ഇനി നമ്മൾ നല്ല ടേസ്റ്റുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള നല്ല ആരെടുത്ത കലത്തപ്പമാണ്. ഇതാണ് കലത്തപ്പത്തിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചർ. കണ്ടില്ലേ, ഒരു സ്ഥലം പോലും ഇല്ല ആരെടുക്കാത്തതായിട്ട്. നമ്മൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കുന്നത് പാനിലാണ്, കുക്കറിലല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് പച്ചരി, സാധാരണ പച്ചരിയാണ് എടുക്കുന്നത്. നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഏകദേശം ഒരു 150 ഗ്രാമാണ് കേട്ടോ 1/4 കപ്പ് എന്ന് പറയുമ്പോൾ. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം ആവരുത്, എന്നാൽ ഇളം ചൂടുമല്ല. നമ്മൾ കൈയൊക്കെ മുക്കി വെക്കുമ്പോൾ അത്യാവശ്യം തന്നെ നല്ല ചൂടുണ്ടായിരിക്കണം. ഇത് നമ്മൾ എന്തിനാണ് ഈ ചൂടുവെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പച്ചരിക്ക് പശിമ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അരി കൊണ്ട് ഉണ്ടാക്കുന്ന കലത്തപ്പം ശരിയാവില്ല, ടെക്സ്ചർ ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുന്ന സമയത്ത് ആ പശിമ അങ്ങ് പോവും പച്ചരിയുടെ. മിക്കവാറും എല്ലാവരും കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അരിമാവിലേക്ക് നല്ല തിളച്ച ശർക്കരപ്പാനിയാണ് ഒഴിക്കുക. ആ അരിയുടെ പശിമ മാറ്റാൻ വേണ്ടിയാണ് തിളച്ച ശർക്കരപ്പാനി ഒഴിക്കുന്നത്. നമ്മൾ പക്ഷേ ഇപ്പം ഇതിൽ തിളച്ച ശർക്കരപ്പാനി ഒന്നുമല്ല, തണുത്ത ശർക്കരപ്പാനി തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് ഒരു 45 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 45 മിനിറ്റിൽ കൂടുതൽ വേണ്ട, കറക്റ്റ് 45 മിനിറ്റ് മാത്രം മതി. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഉണ്ട ശർക്കരയാണ്. ഇപ്പം നമ്മൾക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനത്തെ ഉണ്ടയാണ് കിട്ടുക. ഇത് ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ട്. ഒന്ന് കുത്തി പൊട്ടിച്ചെടുത്ത 1/4 കപ്പും കുറച്ചുകൂടെ ഉണ്ട്. ഇത് മതി. നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും അധികമായി പോകല്ലേ. അപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റാകുമ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ച് അങ്ങ് കട്ടിയായി പോകണ്ട, തീ കുറച്ച് വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അത് അവിടെ ഇരിക്കട്ടെ, അതൊന്ന് തണുത്ത് വരട്ടെ. അരി കുതിർന്ന് വരുമ്പോഴത്തേക്കും ഇതും തണുത്തോളും. അപ്പോൾ കറക്റ്റ് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇപ്പോഴും വെള്ളത്തിന് ആ ഒരു ചൂടുണ്ട് കേട്ടോ, ചെറിയൊരു ചൂടുണ്ട്. നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും ഇല്ലാതെ ഇട്ട് കൊടുക്കണേ. ഇനി നമ്മളിതിലേക്ക് സാധാരണ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി അതിലേക്ക് നമുക്കൊരു 3 ഏലക്ക തൊലി പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഏലക്ക മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ചില ആൾക്കാർ ജീരകമൊക്കെ ഇടും ചില സ്ഥലങ്ങളിൽ. അത് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇത് മാത്രമേ ഇടാറുള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. അത് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഈ മാവ് അധികം ചൂടായി പോവാതെ ശ്രദ്ധിക്കണേ. ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്ത ആ മാവൊന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. എന്നിപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഒരുപാട് ലൂസും ആയിപ്പോവരുത്, ഒരുപാട് തിക്കും ആവരുത്. നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ. ശർക്കരപ്പാനിയുടെയും ചൂട് മുഴുവനായിട്ട് അങ്ങ് മാറിയില്ല, ഇളം ചൂടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തേങ്ങ, ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ സാധാരണ മിക്സിയിൽ അരി അരയ്ക്കുന്ന സമയത്ത് തേങ്ങ ചേർക്കാറില്ല. തേങ്ങ ഇപ്പോഴാണ് ഇടാറ്. അപ്പോൾ നമ്മൾ കലത്തപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, തേങ്ങയും കൂടെ കടിച്ച് കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോഴും ശർക്കര എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാരയോടെ ചേർക്കുമ്പോൾ കറക്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തവി എടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. സാധാരണ ദോശമാവ് പോലെയല്ല, അതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഒരു ലൂസായിരിക്കണം ഈ കലത്തപ്പത്തിൻ്റെ മാവ്. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി നിറയെ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 4-5 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. കലത്തപ്പത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് മേക്കറാണ് ഈ ചുവന്നുള്ളി. നമ്മൾ വിചാരിക്കും മധുരത്തിൻ്റെ കൂടെ ചുവന്നുള്ളി കൂടെ ചേരുമെന്ന്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൂടെ ചേർക്കുമ്പോൾ. അത് മൂത്ത് വന്നതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കലത്തപ്പത്തിനുണ്ടാവുക. അത് നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളർ ആയി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, കരിഞ്ഞു പോലെ. അത് മതി. ഇനി നമുക്ക് തീ വളരെയധികം കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കലത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പേ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഒഴിക്കുമ്പോൾ അങ്ങ് പൊക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ അടിയിൽ കിടക്കുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തുമൊക്കെ കൂടെ മുകളിലോട്ട് അങ്ങ് പൊങ്ങി വന്നോളൂ.
ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിലേ അതങ്ങ് പൊങ്ങി മേലേക്ക് വരുള്ളൂ. നമ്മൾ ശരിക്കും ഇത് ഒഴിക്കുമ്പോൾ വിചാരിക്കും ഇതിൻ്റെ വെള്ളം കൂടുതലാണോ എന്നൊക്കെ, പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ കറക്റ്റ്. നമുക്ക് പതുക്കെ ആ സൈഡിലുള്ള ഉള്ളിയൊക്കെ ഒന്ന് നടുക്കേക്കൊക്കെ എല്ലായിടത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം. അടിയോടെ ഇളക്കരുത്, മുൾഭാഗം മാത്രം ഒന്ന് തട്ടി കൊടുക്കുകയാണേ. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടപ്പെങ്കിൽ നല്ലത് ചെറിയൊരു ഹോളുള്ള ലിഡില്ലേ, അതാണെങ്കിലാണ് നല്ലത്. കാരണം വെച്ചാൽ അതിൽ കൂടെ കുറച്ച് ആവി അങ്ങ് പോകാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആവി നിറഞ്ഞിട്ട് അത് വെള്ളം വീഴും. നമുക്ക് ഏറ്റവും കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കലത്തപ്പത്തിൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഹോളിൽ കൂടെ ആവി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ തുറക്കാം. തുറക്കുമ്പോൾ പെട്ടെന്ന് തുറക്കണം കേട്ടോ. അടപ്പിൻ്റെ മുകളിലൊക്കെ വെള്ളം വീണിട്ടുണ്ടാവും, ആവി വെള്ളം. അത് നമുക്ക് ആ അടപ്പൊന്ന് തുടച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ തുറക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൽ നല്ല ഹോൾസൊക്കെ വന്ന് പുറമേ നിന്ന് കാണാനുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്, വേവാതെ മാവൊന്നുമല്ല. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് അടച്ച് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കാം, എടുത്ത് മാറ്റണ്ട. കാരണം ആ ചൂടിൽ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഇപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടപ്പിൽ അപ്പോഴത്തേക്ക് നന്നായിട്ട് ആവിയൊക്കെ വന്ന് വെള്ളമൊക്കെ ആയിട്ടുണ്ട്, അതിൻ്റെ ചൂടുകൊണ്ട് നമുക്കങ്ങ് തുറന്നു കൊടുക്കാം. ഉണ്ടോ നമ്മുടെ കലത്തപ്പം എത്ര പെട്ടെന്നാണ് റെഡി ആയത്. നമ്മൾ സ്പാച്ചുല വെച്ച് ഒന്ന് അടിയിലോട്ടൊന്ന് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുണ്ടാക്കിയ പാനാണെങ്കിൽ കഴുകേണ്ട ആവശ്യം പോലുമില്ല, അത്രയ്ക്ക് ക്ലീനാണ്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റാണ് കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത്. ഇതുണ്ടോ ആ ഒരു ടെക്സ്ചർ കറക്റ്റ്, ആ കലത്തപ്പത്തിൻ്റെ നല്ല ആരെടുത്ത ടെക്സ്ചറാണ്. ശരിക്കും നമ്മൾ കലത്തപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനാണ്, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും. കട്ട് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇതുണ്ട്, ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ആ അടിപൊളി, ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ. നല്ല സോഫ്റ്റുമാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. മധുരമൊക്കെ പാകമാണ്. ഉള്ളിയുടെയൊക്കെ ആ ഒരു മുരിഞ്ഞിട്ടുണ്ടാകുന്നുള്ള ഒരു ഫ്ലേവറില്ലേ, മധുരവും കൂടെ വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. കലത്തപ്പം കഴിക്കാത്തവർ ഉണ്ടായിരിക്കും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സംശയം ഉണ്ടാവുമായിരിക്കും ഉള്ളിയും മധുരവും കൂടെ ഒക്കെ ചേരുമെന്ന്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. പിന്നെ മാത്രമല്ല തേങ്ങാക്കൊത്ത് കടിക്കുന്നതൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. ശരിക്കും ഇത് കാണുമ്പം ഓറഞ്ചൊക്കെ പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു അല്ലികളില്ലേ, അതുപോലെ തോന്നും കാണുമ്പം. ഇനി നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പം ഈ ഒരു ടെക്സ്ചർ ആദ്യമൊക്കെ വരണമെന്നില്ല കേട്ടോ. അപ്പം പക്ഷേ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ച് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ശരിയാവും. ഞാനും കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ശരിയായത്. മുമ്പ് ഞാൻ കുക്കറിൽ കലത്തപ്പം ഉണ്ടാക്കി റെസിപ്പി ഇട്ടിട്ടുണ്ട്. എപ്പോഴും ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാറ്. പാനിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എങ്ങനെയുണ്ട് എന്ന് അറിയാൻ. എളുപ്പമല്ലേ, നമുക്ക് സാധാരണ കുക്കർ എനിക്ക് കഴുകാൻ മടിയായിട്ട് ഉണ്ടാക്കാനും മടിയാവും. ഇതാകുമ്പോൾ പിന്നെ ഈസിയാണ്. പെട്ടെന്നൊരു ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കാവുന്നുള്ളൂ. വൈകുന്നേരം വിചാരിച്ച് അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഹെൽത്തിയുമാണ്, അധികം എണ്ണയൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ, നല്ല നാടൻ പലഹാരം. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. Bye.